ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാനിതാ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വർഷത്തെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. ഇതൊരു ട്രാവൽ വ്ളോഗാണ്. അപ്പം ലാസ്റ്റ് മന്ത്, അതായത് ഡിസംബറിൽ 2025 ഡിസംബറിൽ ഞങ്ങളൊരു ലാസ്റ്റ് ട്രാവൽ പോയിട്ടുണ്ടായിരുന്നു ഫാമിലി ആയിട്ട്. കണ്ണൂർ തലശ്ശേരി കണ്ട പോയത്. അപ്പോൾ ഒരു സ്റ്റേയും കൂടെ ഉണ്ടായിരുന്നു. രാവിലെ ഞങ്ങൾക്ക് 6:15 തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ ഉണ്ടായിരുന്നു. ആ ഒരു ട്രെയിൻ മിസ്സാവാതിരിക്കാൻ ഞങ്ങൾ 5:45 തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ കറക്റ്റ് ടൈമിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. രാവിലെ അവിടുന്ന് എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടായി നല്ല ഒരു സീറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ വരെ യാത്രക്ക് നല്ല അടിപൊളിയായിരുന്നു. ഷൊർണൂർ എത്തിയപ്പോൾ കുറച്ച് നേരം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാത്തത് കൊണ്ട് ലൈറ്റായിട്ട് ഇതുപോലെ ചായയും സ്നാക്സും മേടിച്ച് കഴിച്ചു കേട്ടോ. അങ്ങനെ 11:12 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ തലശ്ശേരിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയത്. അപ്പോൾ പാരീസ് ഹോട്ടലിൽ നമ്മളുടെ തലശ്ശേരി ദം ബിരിയാണിയുടെ ഉറവിടം എന്ന് പറഞ്ഞ ആ ഒരു നമ്മൾ പഴമൊന്നും നിലനിർത്തിക്കൊണ്ടുള്ള ആ ഒരു ഹോട്ടലിലേക്കാണ് പോയത്. 2 അവരുടെ ഔട്ട്ലെറ്റ് ഉണ്ട്. അതിലെ ഓൾഡിൽ കണ്ട ഞങ്ങൾ പോയത്. അപ്പോൾ നേരത്തെ ആയതുകൊണ്ട് വലിയ റഷ് ഉണ്ടായിരുന്നില്ല. ദം പൊട്ടിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദം ബിരിയാണി, അതായത് മട്ടൻ ബിരിയാണി, ഒരു ചിക്കൻ ബിരിയാണി ആയിട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത്. അങ്ങനെ അത് കഴിച്ചു. ഞങ്ങൾ PW ഗസ്റ്റ് ഹൗസിലാണ് റൂം എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കുഴപ്പമില്ലാത്തൊരു ആവറേജ് റൂം, എന്നാലും കുഴപ്പമില്ലാത്ത സൗകര്യമുള്ള നല്ല റൂം കിട്ടി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പുറത്തുള്ള ആ ഒരു ഏരിയ കേട്ടോ. അങ്ങനെ ഇനി ഇവിടുന്ന് ഞങ്ങളൊരു ഓട്ടോ വിളിച്ചിട്ട് നേരെ തലശ്ശേരി കോട്ട കാണാൻ പോവാണ് കേട്ടോ. ഇത് തലശ്ശേരി ടൗണിൽ നിന്ന് വലിയ ദൂരമില്ല. അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓട്ടം കിട്ടും. കുറച്ച് നടന്നാലും ബസ്സൊക്കെ കിട്ടും. അപ്പം നമ്മളിത് പരിചയമില്ലാത്ത ആ ഒരു സ്ഥലമായതുകൊണ്ട് ഫസ്റ്റിൽ തന്നെ ഓട്ടോ വിളിച്ചിട്ടാണ് പോയത്. അങ്ങനെ കണ്ണൂർ തലശ്ശേരി കോട്ടയാണ് കേട്ടോ അത്. അങ്ങനെ ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. നല്ല വെയിലായിരുന്നു, കാരണം ആ ഒരു ടൈമിലാണ് ഞങ്ങൾ എത്തിപ്പെട്ടതും. അപ്പം എന്തായാലും ഇവിടെ ഒക്കെ ഒന്ന് കുറച്ച് നേരം ചുറ്റിക്കറങ്ങി എന്നിട്ട് ഞങ്ങൾ നേരെ ബീച്ചിൽ, ഇവിടെ അടുത്ത് തന്നെ ഒരു ബീച്ചുണ്ട്, ആ ബീച്ചിലേക്കാണ് പോയത്. എവിടെ പോയാലും വെയിലായതുകൊണ്ട് അവിടെ ഇവിടൊക്കെ ആയിട്ട് ഒരു തണൽ നോക്കിയിട്ടൊക്കെ ഇരുന്ന് അങ്ങനെ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നേരെ ഞങ്ങൾ കണ്ണൂർ ബസ് കയറിയിട്ട് നേരെ മുഴപ്പിലങ്ങാട് ബീച്ചിൽ കണ്ട പോയത്. അപ്പോൾ അവിടെ ഡ്രൈവിംഗ് ബീച്ചാണല്ലോ. അപ്പോൾ അതൊന്ന് കുറേ റീൽസിലും ഒക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നേരിട്ട് കാണാൻ പോവാണ്. മുഴപ്പിലങ്ങാട് ബീച്ചിലെത്തിയിട്ടുണ്ട്. അപ്പം ഒരുപാട് ടൂറിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. കൂടുതലും തമിഴ്നാട്, കർണാടക, അങ്ങനെ ആ ഒരു ഭാഗത്തു നിന്നൊക്കെയാണ് കൂടുതലും കാണുന്നത്. എന്തായാലും ഒരുപാട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ റൈഡ് ചെയ്തൊക്കെ കണ്ടിട്ട് ടിവിയിലും റീൽസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് ഇതുപോലെ റൈഡ് കാണാണ്. നമ്മൾ കടപ്പുറത്ത് ഒരുപാട് തിരക്ക് നന്നായിട്ട് ഉള്ളിൽ കയറ്റാൻ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കണ്ട് ഒരറ്റം മുതൽ ഒരറ്റം വരെ നടന്നു. എന്നിട്ട് പിന്നെ ഓട്ടോ വിളിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ ആദ്യം സ്പെൻഡ് ചെയ്ത ആ ഒരു ബീച്ചിൽ കണ്ടു വന്നത്. അവിടെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ആ മണ്ണിന്റെ ടെക്സ്ചർ.
ബീച്ചിലെത്തിയപ്പോൾ ഒരു തറവാട് പായസം തന്നിട്ട് ഒരു കൗണ്ടർ ഇട്ടിരിക്കണം. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര മധുരമായിരുന്നു കേട്ടോ. ഒരു സിമ്പിൾ യാത്ര കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രാവൽ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക.